അപ്പം നമുക്ക് ആനന്ദനന്ദനം കൂടി കേൾക്കാം. നിങ്ങൾ തയ്യാറല്ലേ? റെഡിയല്ലേ നിങ്ങൾ? ആനന്ദൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. രുദ്രമഹാദേവർ നടന്ന് അവൻ്റെ അടുത്തേക്കും അവൻ്റെ അരികിൽ അവനെ അണച്ചു പിടിച്ച് ആ കൈകൾ ചേർത്ത് പിടിച്ച് അയാൾ തൻ്റെ മകളെ രക്ഷിച്ചതിന് നന്ദി അറിയിച്ചു. അവൻ അത്ഭുതത്തോടെ അയാളെ തന്നെ നോക്കി. അതിലേറെ അത്ഭുതത്തോടെ ദാമോദരനും രുദ്രമഹാദേവരെ നോക്കി. കാരണം അയാൾ നടന്നതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ എന്തിനാണ് അനന്തരം നന്ദി പറഞ്ഞതെന്ന് ദാമോദരന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോഴാണ് അയാളുടെ ഫോൺ ബെല്ലടിച്ചത്. അയാൾ ഫോൺ എടുത്ത് നോക്കി. അച്ചുട്ടി. അയാൾക്ക് സന്തോഷമായി. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ദക്ഷ പറഞ്ഞു തുടങ്ങി. അതൊരു മഴ പോലെ പെയ്തുകൊണ്ടേയിരുന്നു. രാവിലെ കോളേജിൽ നടന്ന് മുഴുവൻ കാര്യങ്ങളും. ആ കൂട്ടത്തിൽ അനന്ത് തന്നെ ചേർത്ത് പിടിച്ച് എല്ലാവരോടും വിളിച്ചു കൂവിയതും പറഞ്ഞു. അയാളുടെ ഉള്ളൊന്ന് കിടുങ്ങി. അത് കേട്ടപ്പോൾ, ഭഗവാനെ, ഈ കുട്ടി, ഇവൻ തനിക്ക് വാക്ക് തന്നതല്ലേ ഒരു കാരണവശാലും ദക്ഷയെ കരയിക്കില്ലെന്ന്. എന്നിട്ടിപ്പോൾ അതോർത്ത് മുന്നോട്ട് നോക്കി അയാൾ കാണുന്നത് അനന്തനോട് ചിരിച്ച് സംസാരിക്കുന്ന രുദ്രമഹാദേവരെയാണ്. അപ്പോഴേക്കും രുദ്രമഹാദേവർ എന്തുകൊണ്ട് അനന്തനെ തേടിയെത്തിയെന്ന് ദാമോദരന് മനസ്സിലായിരുന്നു. അയാൾക്കും അതിൽ അവനോട് നന്ദിയുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രണയം പാടില്ല. അതുണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതിൻ്റെ അവസാനം തൻ്റെ അച്ചുട്ടി കരയുന്നത് കാണേണ്ടി വരും. അയാൾക്ക് ഭയം തോന്നി. കാരണം ഒരിക്കലും രുദ്രമഹാദേവർ ഈ ബന്ധം അംഗീകരിക്കില്ലെന്ന് തനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ലല്ലോ അയാളുടെ ഓർമ്മകൾ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോയി. ദക്ഷ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലം. പുതുതായി ഒരു മാഷും അയാളുടെ ഭാര്യയും മകനും ആ സ്കൂളിലേക്ക് മാറ്റം കിട്ടി വന്നു. അവർ വന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ തന്നെ ദക്ഷയും ആ ആൺകുട്ടിയും നല്ല കൂട്ടായി. അവരുടെ തറവാടിന് തൊട്ടടുത്തായിട്ടുള്ള വാടക വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷയും ആൺകുട്ടിയും തമ്മിൽ നല്ല ഒരു കൂട്ടുണ്ടായിരുന്നു. ആരും കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച ദക്ഷയ്ക്ക് ആ കൂട്ട് ഒരുപാട് സന്തോഷം നൽകി. അവർ ഒരുമിച്ചായി സ്കൂളിൽ പോക്ക്. ആരെയും തറവാട്ടിൽ കയറ്റാത്ത രുദ്രമഹാദേവർ അവനെ തറവാട്ടിൽ സ്വാതന്ത്ര്യമായിട്ട് കയറ്റി. അവന് ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് അമ്പലക്കുളത്തിൽ കുളി, ഒരുമിച്ച് പഠിത്തം, ഒരുമിച്ച് ആഹാരം കഴിപ്പ്, അങ്ങനെ ഒരുപാടെടുപ്പം രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു. അതിൽ രുദ്രനോ വീണയ്ക്കോ യാതൊരു നീരസവും തോന്നിയതുമില്ല. ഒരു സഹോദരനില്ലാത്ത അവൾക്ക് അവനൊരു സഹോദരൻ, അത്രമാത്രമേ കരുതിയിരുന്നുള്ളൂ. രണ്ടുപേരും വളർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ രണ്ടുപേരും 10ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. രണ്ടുപേരുടെയും അവസാനഘട്ട പരീക്ഷയൊക്കെ കഴിഞ്ഞു. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. ദക്ഷ ഇപ്പോൾ നല്ല വളർച്ചയുള്ളൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. അരവിന്ദ് പൊടി മീശയൊക്കെയുള്ള ഒരാൺകുട്ടിയും. അവരുടെ ഉള്ളിൽ എപ്പോഴാണ് പ്രണയം കിളിർത്തതെന്ന് ആർക്കും അറിയില്ല. രണ്ടുപേരും റിസൾട്ട് വന്ന ദിവസം രണ്ടുപേരും നല്ല മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായി. തറവാട്ടിൽ അതിൻ്റെ പേരിൽ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. 3 കൂട്ടം പായസം ഒരുക്കിയ സദ്യ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ കുറുമ്പ് കാണിച്ച് രണ്ടുപേരും അമ്പലക്കുളത്തിന് അരികിലെത്തി. പെണ്ണേ, അരവിന്ദ് അവളെ വിളിച്ച്. എന്തേ? അവളെ തിരിച്ചവനെ കുറുമ്പോട് നോക്കി. അവൻ ആദ്യമായിട്ട് അവളെ കാണും പോലെ അവളെ കണ്ണിമിച്ച് മാതം നോക്കി. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ മുഖം കുനിച്ചു നിന്നു. അവൻ പതുക്കെ ആ മുഖം പിടിച്ചുയർത്തി. പിന്നെ പതുക്കെ ആധരങ്ങളിൽ തൻ്റെ ആധരം ചേർത്തു. പക്ഷേ കുളിക്കാനായി അങ്ങോട്ട് വന്ന രുദ്രമഹാദേവർ അത് കണ്ടുകൊണ്ടാണ് വന്നത്. അയാളുടെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. പക്ഷേ അയാൾ ഒന്നും കണ്ടതായി ഭാവിച്ചില്ല. പകരം സൗമ്യനായി അവനെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. രാത്രി തന്നോട് മാഷിൻ്റെ വീട് വരെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായതേയില്ല. പക്ഷേ അവിടെ ചെന്നതും രുദ്രമഹാദേവരുടെ മറ്റൊരു മുഖമാണ് താൻ കണ്ടത്. നിൻ്റെ മകനെയും കൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇവിടം വിട്ടിരിക്കണം, അല്ലെങ്കിൽ അവനെ കൊന്നുകളയുക മാത്രമല്ല, ആ കുട്ടിയുടെ നെഞ്ചും കൂടി തകർത്തി അയാൾ ആ പറയുന്ന ഊക്കിൽ തന്നെ ഒരു പ്രകരിക്കുകയും കൂടി ചെയ്തു. 16 വയസ്സ് മാത്രമുള്ള ആൺകുട്ടി വേദന കൊണ്ട് പുളഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞു. നിനക്കെൻ്റെ മകളോട് പ്രണയം അല്ലേടാ എന്ന് പറഞ്ഞായിരുന്നു പ്രകരം. കളരി അഭ്യാസമായ ആൾക്ക് ഒരാളുടെ ശരീരത്തിലെ മർമ്മമൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ മകൻ്റെ നിലവിളി കണ്ട ആ മാതാപിതാക്കൾ ഭയന്നുപോയി. അതുമാത്രമല്ല, ഇത്രയും നാൾ അവർ കണ്ട രുദ്രമഹാദേവരല്ല അവരുടെ മുമ്പിൽ നിൽക്കുന്നത്, വേറൊരു രൂപം. അവർ അതിനെ വല്ലാതെ ഭയപ്പെട്ടു. ഇയാൾ തങ്ങളുടെ മകനെ കൊന്നുകളയാൻ പോലും മടിക്കില്ലെന്ന് അവർക്ക് തോന്നി. കയ്യിൽ കിട്ടിയതും വാരിപ്പിടിച്ച് മകൻ്റെ ജീവനും കൊണ്ട് ആ മണ്ണിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു, രുദ്രമഹാദേവരെ പേടിച്ച്.
ഒരുപാട് ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ കൊണ്ടുചെന്നാക്കിയതും താനായിരുന്നു. അന്ന് താൻ മനസ്സിലാക്കിയതാണ് രുദ്രമഹാദേവരെ. അവരുടെ ആ പോക്കിൽ വേറെ ആർക്കും ദുരൂഹതയൊന്നും തോന്നിയില്ല. മാറ്റം കിട്ടിയവർ പോയി, അത്രയേ ദശയോടും പറഞ്ഞുള്ളൂ. പക്ഷേ അതിൽ നിന്ന് ദശയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ചേറെ പാടുപെടേണ്ടി വന്നു. അവളെപ്പോഴും തന്നോട് തന്നെ എന്നവണ്ണം പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനെന്താ എന്നോടൊരു വാക്കുപോലും പറയാതെ പോയത്? അവനെന്നെ ഇഷ്ടമല്ലായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷം അവിടെ ലോകം അരവിന്ദൻ മാത്രമായിരുന്നു. ആ ലോകം പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ അതിൽ നിന്ന് അവൾ പഴയ ജീവിതത്തിലേക്ക് വരാൻ കുറച്ചേറെ സമയമെടുത്തു. അവളെ പ്രീ ഡിഗ്രി കോളേജിൽ ചേർത്തെങ്കിലും അവളെപ്പോഴും നിശബ്ദയായിരുന്നു. അവിടെ കളിയും ചിരിയും ഒക്കെ പാടെ അവളിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് കൂട്ടുകാരായിട്ട് അഫ്സാന, കീർത്തി, ചാരുലത ഇവരുടെ കൂട്ട് കിട്ടുന്നത്. അതോടെ പതുക്കെ ദശ മാറാൻ തുടങ്ങി. അവരാണ് ദശയെ ഇന്നത്തെ ദശയാക്കിയെടുത്തത്. ആ കൂട്ടുകെട്ടിന്നും തുടർന്നു. അയാൾ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഓർമ്മകളിൽ നിന്നും പതുക്കെ ദാമോദരൻ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നു. രുദ്രമഹാദേവരും ആനന്ദനും തമ്മിൽ സംസാരിച്ച് ചിരിക്കുന്നതാണ് അവരെ നോക്കി അയാൾ കണ്ടത്. അയാൾക്ക് എന്തുകൊണ്ടോ അനന്തനോട് വല്ലാത്ത സഹതാപം തോന്നി. ഭഗവാനെ, എൻ്റെ അച്ചൂട്ടിയെ ഇനിയും പഴയതുപോലെ ആക്കി മാറ്റരുതേ. അയാൾ മനമുരുക്കി ദൈവത്തെ വിളിച്ചു. പാവം കുട്ടി തന്നോട് തന്നെ എത്ര തവണ ചോദിച്ചിരിക്കുന്നു, അച്ഛേ, അരവിന്ദ് എന്താ എന്നോടൊന്നും പറയാതെ പോയതെന്ന്. തനിക്കറിയില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നതും സങ്കടം കൊണ്ട് ആ മുഖം വീങ്ങുന്നതും താൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ നെഞ്ചുരുകുന്ന വേദനയോടെ നിസ്സഹായനായി താൻ കണ്ടു നിന്നിട്ടുണ്ട്. തനിക്കവളോട് പറയാൻ പറ്റില്ലല്ലോ അവിടെ അച്ഛൻ അവനെ ഈ നാടും വീടും വിട്ട് ഓടിച്ചതാണെന്ന്. ദാമോദരേട്ടാ, വിളികേട്ട അയാൾ ഓർമ്മകൾ വിട്ടുണർന്നു. തൊട്ടുമുന്നിൽ അനന്തൻ. അയാൾ അവരെ നോക്കി വിളറിയ ഒരു ചിരി ചിരിച്ചു. സുഖമല്ലേ ചേട്ടാ? അവൻ ചോദിച്ചു. ഉവ്വെന്ന് മറുപടി പറയുമ്പോഴും അയാൾ അവനെ നോക്കാതിരിക്കാൻ വല്ലാതെ പാടുപെട്ടു. കാരണം അയാളുടെ ഭാവമാറ്റം അവൻ അറിയാതെയിരിക്കാൻ. അവിടെ നിന്ന് മടങ്ങിയ യാത്രയിലെല്ലാം ദാമോദരൻ നിശബ്ദനായിരുന്നു. ആ യാത്രയിലുടനീളം രുദ്രമഹാദേവർ അഭിമാനത്തോടെ അനന്തനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേട്ട് തലകുലുക്കുമ്പോഴും വല്ലാത്തൊരു ഭീതി അയാളെ വലയം ചെയ്തുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ വീണ്ടും ദാമോദരൻ അനന്തനെ കാണാൻ വേണ്ടിയെത്തി. ഒന്നുകൂടി തൻ്റെ അച്ചൂട്ടിയെ കരയിക്കരുതെന്ന് പറയാൻ. പക്ഷേ ഇപ്രാവശ്യം അനന്തന് പഴയ ആത്മവിശ്വാസത്തോടെ വാക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അവൻ്റെ ഉള്ളിലിപ്പോൾ ഒരുപാട് ആഴത്തിൽ ദക്ഷ എന്ന തൻ്റെ പച്ചക്കളി കൂടുകൂട്ടിയിരിക്കുന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ അയാൾക്കത് മനസ്സിലാവുകയും ചെയ്തു. ഒരുപാട് മനോവിഷമത്തോടു കൂടിയാണ് ദാമോദരൻ മടങ്ങിയത്. ദാമോദരൻ മടങ്ങിപ്പോയതിനു ശേഷം മീനൂട്ടി അവൻ്റെ അരികിലെത്തി. ഏട്ടാ, അവൾ വിളിച്ചു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്തിൻ്റെ? അവൻ തിരിച്ചു ചോദിച്ചു. ഞാൻ കേട്ടു ദാമോദരേട്ടൻ പറഞ്ഞതൊക്കെ. എന്താ ഏട്ടൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും അമ്മയും അനാഥരാകുമെന്നുള്ള കാര്യം ഏട്ടൻ മറക്കണ്ട. എനിക്ക് നിങ്ങൾ 2 പേരും പ്രിയപ്പെട്ടവരാണ്. അത് ഏട്ടനായാലും ദക്ഷ ആയാലും. പക്ഷെ നമുക്കത് വേണ്ട ഏട്ടാ. അവരൊക്കെ വലിയ ആൾക്കാരാണ്. അവൾ പറഞ്ഞതൊക്കെ കേട്ട് തലകുലുക്കുമ്പോഴും അവൻ ഈ കാര്യത്തിൽ എന്തുകൊണ്ടോ ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ദക്ഷയെ കാണുമ്പോൾ അറിയാതെ തന്നെ അവൻ്റെ മനസ്സും അവനും കൈവിട്ടു പോവുകയാണ്. അപ്പോഴേക്കും പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വന്നു. അവൻ പുറത്തേക്ക് പോയി. അവൻ്റെ ആ പോക്ക് നോക്കി നിർവികാര ഭാവത്തോടെ മീനൂട്ടി നിന്നു. അവിടെ ഉള്ളിലും അകാരണമായൊരു ഭയം ഉടലെടുക്കുകയായിരുന്നു. അകത്തേക്ക് കടന്നപ്പോഴാണ് അവിടെ ഫോൺ ബെല്ലടിച്ചത്. അവൾ ഫോൺ എടുത്ത് നോക്കി. ദക്ഷ. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ ചേർത്തു. ഐ ലവ് യു സോ മച്ച്. അത് കേട്ടതാണ്, ആദ്യം കേട്ടത് അതാണ്. അവളൊന്ന് അമ്പരന്ന് ഇവൾക്കിതെന്തു പറ്റി എന്നോർത്ത്. അപ്പോൾ വന്ന മറുപടി, ഇത് നിനക്കുള്ളതല്ല, നിൻ്റെ ഏട്ടനുള്ളതാണ്. പിന്നെ അവൾ കോളേജിൽ ഇന്നലെ അനന്തൻ എത്തിയതും പിന്നീട് അവിടെ സംഭവിച്ചതും അവസാനം തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ വിളിച്ചു കൂവിയതും ഇതെല്ലാം പറഞ്ഞു കേട്ട മീനിയിട്ടിരുന്ന നെഞ്ച് വല്ലാതങ്ങ് കലങ്ങിപ്പോയി. പേടി കൊണ്ട് ശരീരം വല്ലാതെ വിറച്ചു. അപ്പോൾ ദാമോദരേട്ടൻ ഏട്ടനെ തിരക്കി വന്ന ഇതിനായിരുന്നു അല്ലേ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. രക്ഷയെല്ലാം പറഞ്ഞു തീർന്ന ഫോൺ വെച്ചിട്ട് പോയിട്ടും കുറച്ചു നേരം കൂടി മീനൂട്ടി ആ നിൽപ്പ് തന്നെ തുടർന്നു. അമ്മ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധമുണ്ടായത്. ഉള്ളിലെ ഭയം അമ്മയെ അറിയാതിരിക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. എന്നിട്ടും അമ്മ ചോദിക്കുകയുണ്ടായി, എന്താ മോളെ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിയുമ്പോഴും ഏതോ ഒരു വലിയ വിപത്ത് തങ്ങളെ തേടി വരാൻ പോകുന്ന പോലെ അവിടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. ഇനി എന്തായിത്തീരും നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിൽ അറിയാം. ഓക്കെ, ബൈ.